നമസ്തേ. നമുക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ചില അന്വേഷണങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ അതിലും വലിയ ഗുരുതരമായിട്ടുള്ള തെളിവുകൾ നമുക്ക് കിട്ടാറുണ്ട്. പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചെറിയൊരു ചുണ്ടയ്ക്ക പറിക്കാൻ പോകുമ്പോൾ നമുക്ക് വലിയ വഴുതനങ്ങ കിട്ടുന്നു. അതുപോലുള്ള ഒരു സംഭവമാണ് തിരുവല്ലയിൽ നടന്ന തിരിമറി. അത് നടത്തിയിരിക്കുന്നത് ആരാധ്യനായിട്ടുള്ള നമ്മുടെ പത്തനംതിട്ട MP ആൻ്റോ ആൻ്റണി ആണ് എന്ന് പറയുന്നത് ഞാനല്ല, പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫൈനാൻസറായിട്ടുള്ള തിരുവല്ലയിലെ പ്രസിദ്ധമായ നെടുമ്പറമ്പിൽ ഫിനാൻസ് എന്ന് പറയുന്ന പണമിടപാട് സ്ഥാപനത്തിലെ അതിൻ്റെ ഉടമയായിട്ടുള്ള ചെയർമാനായിട്ടുള്ള NM രാജു എന്ന് പറയുന്ന ആളാണ്. NM രാജുവിൻ്റെ സ്ഥാപനത്തിന് നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്നും പേരുണ്ട്. എന്തായാലും വലിയൊരു സിൻഡിക്കേറ്റ് ആണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വരുന്നത്. 2019 തെരഞ്ഞെടുപ്പിലാണ് എന്ന് തോന്നുന്നു, ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. 2 കോടി രൂപ ആൻ്റോ ആൻ്റണി MP ഭാര്യ അവിടെ ചെന്ന്, ചേട്ടാ ഞങ്ങൾക്ക് പൈസയൊന്നുമില്ല, ക്യാമ്പയിൻ നടക്കുകയാണ്, ഞങ്ങൾക്ക് മാത്രം പൈസയൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് ഞങ്ങൾക്ക് 2 കോടി രൂപയെങ്കിലും തരണം, അല്ലെങ്കിൽ ഒരു നിവർത്തിയില്ല എന്ന് ചെന്ന് കരഞ്ഞ് വിളിച്ച് പറയുന്നത് കേട്ട് പാവം NM രാജു, അദ്ദേഹം അന്ന് UDFൻ്റെ ഭാഗമായിരുന്നു, കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ ഭാഗം, കനിഞ്ഞ് അനുഗ്രഹിച്ച് ഈ 2 കോടി രൂപയും കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതും കൊണ്ടുപോയി പ്രചാരണം നടത്തി തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന് മാത്രമല്ല, അതിനെ തുടർന്ന് വന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായിട്ടുള്ള പരാതി ഉണ്ടായി. ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല, ചുണ്ണാമ്പും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് കോൺഗ്രസ്സിലെ തന്നെ ഒരു പ്രബല വിഭാഗം അവിടെ ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി ജയിക്കുകയും ചെയ്തു. ഇതിൻ്റെ ടെക്നിക്ക്, തന്ത്രം എന്തുവാണെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. എന്തായാലും സോണിയാഗാന്ധിയിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമായിട്ടുണ്ട്. അദ്ദേഹവും സോണിയാഗാന്ധിയും അതുപോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന ചിത്രത്തിലൂടെ. അതിന് അദ്ദേഹം പലതും പറയുന്നുണ്ട്, യാദൃച്ഛികമായിട്ടാണെന്നൊക്കെ പറയുന്നത്. യാദൃച്ഛികമായിട്ടാണ് ഈ ഫോട്ടോ. നമുക്കെന്നാലും ഇതുവരെ ആൻ്റോ ആൻ്റണിയുമായിട്ട് യാദൃച്ഛികമായിട്ടുള്ള ഇങ്ങനെ ഫോട്ടോകൾ എടുക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതുപോലെ പല MP-മാർക്കും ഇതുവരെ നേരിട്ട് സോണിയാഗാന്ധിയെ കാണാനുള്ള അവസരവും കിട്ടിയിട്ടില്ല. അതെന്തുമായിക്കോട്ടെ, നമുക്ക് അതിൽ നിന്ന് ഡീലിങ്ക് ചെയ്യാം. ശബരിമല കേസിൽ നിന്ന് ഡീലിങ്ക് ചെയ്താലും ഇവിടെ പ്രശ്നങ്ങൾ ബാക്കിയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിനെന്ന് പറഞ്ഞ് വാങ്ങിച്ചത് അവിടെ നിന്ന് 2 കോടി. അതുകൂടാതെ ഇദ്ദേഹം പറയുന്നുണ്ട്, പലരും എനിക്ക് ഫിനാൻസ് ചെയ്യാറുണ്ട്, എൻ്റെ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് പേര് എന്നെ സഹായിക്കാറുണ്ട്, അതെല്ലാം കൂടെ വെച്ചാണ് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 കോടിയിലധികം പല കോടികൾ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് അർത്ഥം. അദ്ദേഹം പറഞ്ഞതിൻ്റെ പച്ചയായ അർത്ഥം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ചോദ്യം, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇലക്ഷൻ കമ്മീഷൻ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അനുവദിച്ചിട്ടുള്ള പ്രചാരണത്തിൻ്റെ പരമാവധി തുക എന്ന് പറയുന്നത് 95 ലക്ഷം രൂപ. 95 ലക്ഷം രൂപ, 1 കോടി പോലുമില്ല. അപ്പോൾ അതിൻ്റെ ഇരട്ടയിലധികം ഈ നെടുമ്പറമ്പിൽ ഫൈനാൻസിയേഴ്സിൽ തന്നെ ഇദ്ദേഹം വാങ്ങിച്ച് പ്രചാരണം നടത്തിയിരിക്കുന്നു. അത് തെരഞ്ഞെടുപ്പ് നിയമ ലംഘനമാണ്, തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണ്. അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ MP സ്ഥാനം ക്യാൻസൽ ചെയ്യേണ്ടതാണ്. അപ്പം അദ്ദേഹം നിലവിൽ MP അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ അന്വേഷണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയണം. ഇപ്പോൾ ED ആണ് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ കാര്യങ്ങൾ വെളിവായത്. ശബരിമല കേസുമായിട്ട് ബന്ധപ്പെടുത്തി അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേറൊരു കേസുള്ളത് ശബരിമലയുമായിട്ടും ബന്ധപ്പെട്ടും കേസുണ്ട്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ശബരിമലയുടെ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം തെരഞ്ഞെടുപ്പ് ചട്ടം എന്ന് പറയുന്ന ഭരണഘടനയുടെ ഭാഗമാണ്. ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു. ഭരണഘടനയും അതിൻ്റെ പുസ്തകവും നാഴികയ്ക്ക് 40 വട്ടം എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് പ്രകടനം നടത്തുന്ന രാഹുൽ ഗാന്ധിക്ക് കൂടെ നിന്ന് അതനുകരിച്ച് തലയ്ക്ക് മുകളിൽ ഭരണഘടന എടുത്തു വെച്ച് പാർലമെൻറ്റിൽ പലതവണ പ്രദർശനം നടത്തിയ ആളാണ് ഈ ആൻ്റോ ആൻ്റണി MP. അതിനുവേണ്ടി സ്പീക്കറെ വരെ അപമാനിച്ച, പാർലമെൻറ്റിനെ അപമാനിച്ച, പാർലമെൻ്ററി ജനാധിപത്യത്തെ അപമാനിച്ച കൂട്ടത്തിൽപ്പെട്ടയാളാണ് ആൻ്റോ ആൻ്റണി.
അദ്ദേഹമാണ് നഗ്നമായിട്ട് ഈ ഭരണഘടനയുടെ അടിസ്ഥാനമായ സത്തയായിട്ടുള്ള ഇന്ന തുകയിൽ കൂടുതൽ ചെലവഴിക്കരുതെന്നുള്ള തത്വത്തെ ലംഘിച്ചുകൊണ്ട് പ്രചാരണം നടത്തിയിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായിട്ട് പറയുന്നതാണെന്നാണ് പരോക്ഷമായിട്ട് ആൻ്റോ ആൻ്റണി സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പാർട്ടി മാറിപ്പോയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ആൻ്റോ ആൻ്റണി ഇത് അദ്ദേഹത്തിന് എത്ര നേരത്തെ പറയാൻ പറ്റുമായിരുന്നു? ഈ രാഷ്ട്രീയത്തിൽ മാറി എന്നും ഇന്നലെയോ അല്ലല്ലോ, വർഷങ്ങളായല്ലോ. അപ്പോഴേ പറയാമായിരുന്നു 2 കോടി അടിച്ചു മാറ്റിയിട്ട് ഇതുവരെ തന്നിട്ടില്ലെന്ന്. എന്ന് മാത്രമല്ലല്ലോ, എൻ എം രാജു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1000 തവണയെങ്കിലും ഈ കോടിക്ക് വേണ്ടി താങ്കളോട് ചോദിച്ചിട്ടുണ്ടെന്നാണ്. 1000 തവണ അദ്ദേഹത്തിൻ്റെ ഭാര്യ പോയി ചോദിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ വിട്ടിട്ട് എൻ്റെ പൊന്നും സാറേ ആ പൈസ എങ്ങനെയും തരണം, അല്ലെങ്കിൽ ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നവരെ കരഞ്ഞു കേണ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ അങ്ങനെയാണെങ്കിൽ ആൻ്റണിക്ക് പറയാം ഇങ്ങനൊരു കേസ് വരുന്നുണ്ട്, ഞാൻ അവിടെ നിന്ന് ഇത്രേ വാങ്ങിച്ചിട്ടുള്ളൂ, ഇത്ര അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് വന്ന് അദ്ദേഹം എന്താ പറയാഞ്ഞേ? അദ്ദേഹം ഒരു പൊതുസേവകനല്ലേ, ആണല്ലോ, അങ്ങനെയാണല്ലോ പറയുന്നത്, പൊതുപ്രവർത്തകൻ. അപ്പോൾ ഇത് കേൾക്കുന്നവർക്കല്ല ഇത് അടിച്ചു മാറ്റിയെന്ന് മാത്രമേ തിരിച്ചു കൊടുക്കായിരുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റും. എന്ന് മാത്രമല്ല എൻ രാജു 20 ലക്ഷം രൂപ മാത്രമേ തിരിച്ചു തന്നു എന്ന് പറയുന്നുണ്ട്. കൊടുത്ത തുക അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എമൗണ്ട് ഏതാണെന്ന് ആൻ്റണി MP പറയുന്നില്ല. കാര്യം എന്താ? പറഞ്ഞു കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുക്കും, അതിന്ന് ഒഴിവാകാം, തെളിവൊന്നുമില്ലാത്തതുകൊണ്ട് രക്ഷപ്പെടാവുന്നൊരു വിചാരമാണ്. അത് രാഷ്ട്രീയമായ സത്യസന്ധതയല്ല, ധാർമ്മികമായിട്ടുള്ള ഒരു നിലപാടുമല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളിത് തിരിച്ചറിയും, കോടതിയിൽ ഇത് ചോദ്യം ചെയ്തില്ലെങ്കിലും. അത് തീർച്ചയായിട്ടും അതിനകത്തൊരു കള്ളം ഉണ്ട്. നിങ്ങളാണല്ലോ അവർ ഡെഫേദാർ ചോരി ഹൈ, ഡെഫേദാർ ചോർ ഹൈ എന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നത് പാർലമെൻറ്റിൽ. അദ്ദേഹം MP ചോറാവാം. MP നമ്മുടെ ഞങ്ങളുടെയൊക്കെ ഈ ചോറല്ലേ, അതല്ലേ ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വിനിയോഗിക്കുന്ന പണമെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനും മറ്റും വിനിയോഗിക്കുന്ന പണമെന്ന് പറയുന്നത് ഞങ്ങളുടെ അന്നമല്ലേ, അതല്ലേ ഞങ്ങളുടെ നികുതി പണമല്ലേ. അപ്പം ഞങ്ങൾക്കതിലൊരു ഉത്തരവാദിത്വമില്ലേ ജനങ്ങൾക്ക്? വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതാണല്ലോ ഭരണഘടനയുടെ ഉപോദ്ഘാതത്തിലെ ആദ്യത്തെ വാക്യം, അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതിനോടൊരു ബഹുമാനം വേണ്ടേ? അപ്പോൾ എന്ത് കള്ളത്തരവും കാണിച്ചുകൊണ്ട് ജയിക്കാമെന്നാണോ? പണമില്ലെങ്കിൽ അല്ലേ, എനിക്ക് പണമില്ലെന്ന് നിങ്ങളുടെ പാർട്ടിയോടാണ് പറയേണ്ടത്. അല്ല പാവപ്പെട്ട തിരുവല്ലയിൽ ഫിനാൻസ് പാവപ്പെട്ടവനെന്ന് പറയുന്നില്ല ഞാൻ, തിരുവല്ലയിൽ ഫിനാൻസ് നടത്തുന്ന ആളിനോടല്ല പറയേണ്ടത് ആ പാടാവട്ടം, അല്ലെങ്കിൽ ഞാൻ മത്സരത്തിനില്ല എന്നാണ് സത്യസന്ധമായിട്ട് പറയുന്നത്. 3 തവണയായിട്ട് താങ്കൾ ഇപ്പോൾ MP ആണ് അവിടെ, അല്ലേ? ഇപ്പോൾ ഇനി അടുത്ത വട്ടവും താങ്കൾ MP ആവുമ്പോൾ അത് ആയിക്കോട്ടെ, റെക്കോർഡ് ആയിക്കോട്ടെ. പക്ഷേ ഇവിടെ ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്. ഇതിന് നേരെ ഉത്തരം പറയും, എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങിച്ചിരിക്കുന്നത്, ഇത്ര തിരിച്ചടച്ചു, അതിന് രേഖ നിങ്ങളുടെയും വേണ്ടേ? അത് തെളിയിക്കാൻ വേണ്ട രേഖകൾ. ഇപ്പോൾ രേഖകളില്ലാതെ പണം വാങ്ങിച്ചൊന്നും വരുന്നില്ല. നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള പറയുന്നുണ്ടല്ലോ. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളെ ഇപ്പോൾ ശബരിമല കേസിൽ നിങ്ങൾ പ്രതിയാണോ എന്നുള്ളത് ഇരിക്കട്ടെ, അത് നമ്മളാരും അത് ആരോപിക്കുന്നില്ല. പക്ഷേ ഇതിൽ ഒരുപാട് തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. MP-ക്ക് നിരക്കാത്ത തെറ്റുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹവും പത്തനംതിട്ട ജില്ലക്കാരനായിരുന്നല്ലോ. അദ്ദേഹത്തിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ ആ ബോധ്യപ്പെട്ടവരൊക്കെ എവിടെ പോയി ഇന്ന്? ബോധ്യപ്പെട്ടവരെവിടെ? കൂടുതൽ ന്യായീകരണങ്ങളുമായിട്ട് നടക്കുന്ന അവരൊക്കെ എവിടെ? താങ്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് പാർട്ടി. താങ്കളുടെ സത്യസന്ധതയെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ് പാർട്ടി. അതല്ലേ ശരിയായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത്? അതല്ലേ കോൺഗ്രസിൻ്റെ സംസ്കാരം. ഇനി അത് മാറിപ്പോയിട്ടുണ്ടോ? ജമാഅത്ത് ഇസ്ലാമിയുടെ ഭരണഘടനയൊക്കെ മാറ്റി എഴുതിയെന്ന് പറയുന്നത് പോലെ ഇതും മാറ്റി എഴുതപ്പെട്ടിട്ടുണ്ടോ? അറിയില്ല. എന്തായാലും ഇതൊന്നും ശരിയായിട്ടുള്ള നിലപാടുകളുള്ള ജനപ്രതിനിധിക്ക് തരുന്നതല്ല. ഇതൊന്നും നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു സത്യസന്ധത മിനിമമെങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള നാറ്റക്കേസുകളിൽ ചെന്ന് ഒരു MP-യും പെടാൻ പാടില്ലെന്നുള്ളത് തന്നെയാണ് അഭിപ്രായം. ഇത് തീർച്ചയായിട്ടും വലിയ ഗുരുതരമായിട്ടുള്ള ശബരിമല കേസിൽ താങ്കൾക്ക് പങ്കാളിത്തം ഉണ്ടോ ഇല്ലെന്നതിനേക്കാൾ അതൊരു അമ്പലത്തിൻ്റെ മാത്രം പ്രശ്നമാണെങ്കിൽ ഇത് ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ശ്രീകോവിലിൻ്റെ പ്രശ്നമാണ്. വലിയൊരു അമ്പലത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ ഒരു അമ്പലത്തിൻ്റെ, അതിൻ്റെ ഉത്സവമായ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ വലിയ പ്രശ്നങ്ങൾ ഇതിനകത്ത് ആവിർഭവിച്ചിരിക്കുന്നുണ്ട്. ആൻ്റണി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.